എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ക്രിസ്തുമസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വയ്യെങ്കിൽ ശ്രമിക്കരുത്. എൻ്റെ മകനും ഈ പ്രായക്കാരനാണ്, അതുകൊണ്ട് പറയുകയാണ്. ദയ എന്ന പാഠഭാഗത്തിലാണ്. ഈ വാക്കുകളിൽ തെളിയുന്നത് എന്താണ്? ഉത്തരം ദയയോടുള്ള സ്നേഹം. അടുത്ത ചോദ്യം, ഞങ്ങൾക്ക് ഇത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. നജീബ് അലറി വിളിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉത്തരം അർബാബിനോടുള്ള ഭയം. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇവിടെ മിന്നൽ പോലെ എന്നാണ് അടിവരയിട്ടിട്ടുള്ളത്. അത് അർത്ഥമാക്കുന്നത് വളരെ വേഗത്തിൽ എന്നാണ്. അടുത്തത്, നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. പ്രഭാപൂരം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? ഉത്തരം പ്രഭയുടെ പൂരം. അടുത്ത ചോദ്യം, ശരിയായ പദച്ചേരുവ കണ്ടെത്തി എഴുതാനാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. താങ്ങി എടുത്തു. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അമ്മയുടെ ഓർമ്മകളിൽ നാം ഇല്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. തഥാഗത എന്ന പാഠഭാഗത്തിലെയാണ്. ഈ വാക്യത്തിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. എല്ലാ മക്കളും അമ്മയുടെ സ്നേഹവും കരുതലും അനുഭവിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാകുമ്പോഴാണ് മക്കളും ഇല്ലാതാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അമ്മയുടെ ഓർമ്മകളിലാണ് മക്കൾ ജീവിക്കുന്നത് എന്ന നിരീക്ഷണം ഇവിടെ തെളിയുന്നു. ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണായാസമില്ല ചുമട്ടുകാരി. വംശം എന്ന പാഠഭാഗത്തിലെയാണ്. ഉറുമ്പിനെ ആയാസമില്ല ചുമട്ടുകാരി എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഭംഗി വ്യക്തമാക്കാനാണ് ചോദ്യം. ഉത്തരം ഉറുമ്പ് തൻ്റെ പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തി നിരന്തരം കർമ്മനിരതനാകുന്നു. പ്രതിസന്ധികളെ നേരിടുമ്പോഴും അധ്വാനത്തെ ആയാസമായി കാണുന്നില്ല. അടുത്തത്, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യം എഴുതാനാണ്. ഇവിടെ അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്, ഒരു നേർത്ത രേഖ പോലെ നിശ്ചലയായി. ഇങ്ങനെയാണ് കാണുന്നത്. അത് ഒറ്റവാക്യമാക്കി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അകത്തെ മുറിയിൽ ഒരു നേർരേഖ പോലെ അമ്മ നിശ്ചലയായി കിടക്കുകയാണ് എന്നാണ് മാറ്റി എഴുതുക. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. തഥാഗത എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. 2 കഥാപാത്രങ്ങളുടെയും ജീവിതാവസ്ഥയെ ആവിഷ്കരിക്കുന്നതിന് ഈ വാക്യങ്ങൾ എത്രമാത്രം അനുയോജ്യമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് ചോദ്യം. 2 കഥാപാത്രങ്ങളും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. അമ്മയുടെ സ്നേഹവും കരുതലും മക്കൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ ജീവിതാവസ്ഥ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ എന്ന വാക്യത്തിലുണ്ട്. അമ്മയുടെ മനസ്സിൽ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ എന്ന പ്രയോഗം മകളുടെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും സൂചനയാണ്. അടുത്ത ചോദ്യം, ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു. സുജാത ദേവിയിലാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അടുത്തറിയുന്നതിന് യാത്രകൾ സഹായകമാകുന്നു എന്ന നിരീക്ഷണം എത്രമാത്രം പ്രസക്തമാണ്? നിങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. വായിച്ചറിഞ്ഞ പാഠങ്ങളേക്കാൾ നേരിട്ടറിയുന്ന ജീവിതാനുഭവങ്ങളാണ് നമുക്ക് അറിവും കരുത്തും നൽകുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ അടുത്തറിയുന്നതിന് യാത്രകൾ സഹായിക്കും. സ്വന്തം യാത്രാനുഭവവുമായി ബന്ധിപ്പിച്ച് ആണ് നിങ്ങളിതിന് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ദയ രാജകുടുംബത്തിൻ്റെ നേർക്ക് വന്ദിക്കുന്നു. രാജകുമാരിയുടെ കണ്ണുകളിൽ പ്രകാശം. സേനാപതിക്ക് വില്ലും ആവനാഴിയും തിരിച്ചേൽപ്പിക്കുന്നു. ദയ. കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന രീതിയാണോ തിരക്കഥയിൽ കാണുന്നത്? സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് ചോദ്യം. തിരശീലയിൽ കാണേണ്ട ദൃശ്യങ്ങളുടെ ഹ്രസ്വവിവരണം തിരക്കഥയുടെ സവിശേഷതയാണ്. കൂടാതെ കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ തിരക്കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദയ രാജകുടുംബത്തിൻ്റെ നേർക്ക് വന്ദിക്കുന്നതും സേനാപതിക്ക് വില്ലും ആവനാഴിയും തിരിച്ചേൽപ്പിക്കുന്നതും ചലനത്തിൻ്റെ സൂചനയാണ്. കൂടാതെ രാജകുമാരിയുടെ കണ്ണുകളിൽ തെളിയുന്ന പ്രകാശം കഥാപാത്രത്തിൻ്റെ ഭാവപ്രകടനമാണ്.
ശേഷം അവൾ ചുരമാന്തുന്ന കുതിരയെ നോക്കുന്നു. കുതിര മുൻകാലിൽ ഉയർന്ന് ശ്രദ്ധിക്കുന്നു. എന്നിങ്ങനെയുള്ള ധാരാളം ഭാവചലനങ്ങൾ തിരക്കഥയുടെ സവിശേഷതയായി നമുക്ക് പാഠഭാഗത്ത് കാണാവുന്നതാണ്. അടുത്തത് ഇവിടെ വിജയലക്ഷ്മിയുടെയും കുമാരനാശാൻ്റെയും വരികൾ നൽകിയിട്ടുണ്ട്. രണ്ടു സന്ദർഭങ്ങളിലും തെളിയുന്ന ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉത്തരം നോക്കാം. മഴക്കാലത്ത് കൂട്ടുകാർക്കായി തേങ്ങാത്തരിയുമായി പോകുന്ന ഉറുമ്പിനെ സഹജീവി സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് വിജയലക്ഷ്മി കാണുന്നത്. എനിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്കായി ജീവിതം സമർപ്പിക്കുന്നവരാണ് വിവേകികൾ എന്നാണ് ആശാൻ്റെ ദർശനം. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം സമകാലിക സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് രണ്ട് കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് വംശം എന്ന പാഠഭാഗത്തിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അധ്വാനിക്കുന്നവരെക്കുറിച്ച് കവിയുടെ കാഴ്ചപ്പാട് സമൂഹകാല ജീവിതത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം എന്ന് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. നിരന്തരം അധ്വാനിച്ച് എവിടെയും അടയാളപ്പെടുത്താതെ പോകുന്ന ഒരു വർഗം എക്കാലത്തും സമൂഹത്തിലുണ്ട്. അധ്വാന വർഗത്തെ അടിച്ചമർത്തുന്ന മനോഭാവവും സമൂഹത്തിൽ പ്രകടമാണ്. അധ്വാനിക്കുന്നവരോടുള്ള സ്നേഹവും കരുതലുമാണ് കവി പങ്കുവയ്ക്കുന്നത്. അധ്വാന വർഗത്തിന് അർഹമായ സ്ഥാനവും പരിഗണനയും നൽകണം. അധ്വാനമാണ് സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. നജീബിൻ്റെ മാനസികാവസ്ഥ ആവിഷ്കരിക്കാൻ ഈ വാക്യം എത്രമാത്രം പര്യാപ്തമാണ് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. സ്വപ്നങ്ങൾക്ക് വിപരീതമായി ഭയവും നിരാശയും നജീബിനെ വേട്ടയാടുന്നു. അർബാബിൻ്റെ പ്രകൃതവും പെരുമാറ്റവും മരുഭൂമിയിലൂടെയുള്ള യാത്രയും അയാളെ ഭയപ്പെടുത്തുന്നു. മണ്ണ് നെയ്ച്ച വലം വയ്ക്കുന്നത് പോലെ എന്ന പ്രയോഗം വിട്ടുമാറാതെ പിന്തുടരുന്ന ഭീതി ആവിഷ്കരിക്കുന്നതിന് അനുയോജ്യമാണ്. നജീബിൻ്റെ മാനസികാവസ്ഥ ഈ പ്രയോഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ദയ എന്ന കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണങ്ങൾ തെളിയുന്നത്? പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉത്തരം നോക്കാം. മൃഗങ്ങളുടെ മനസ്സുപോലെ കഴിക്കാനും കീഴടക്കാനും അധ്വാനിക്കാനുമുള്ള ചാതുര്യം കുതിരയോടുള്ള ദയയുടെ വാക്കുകളിൽ കാണാം. ഗ്രീക്ക് ചിന്തകനായ പാർമനദീസിൻ്റെ വാക്കുകൾ പങ്കുവയ്ക്കുന്ന ദയ സർവ്വമേഖലയിലും അറിവുള്ളവളാണ്. ദൃഢനിശ്ചയവും ആയുധവിദ്യയിൽ അസാമാന്യമായ കഴിവും ദയയുടെ സവിശേഷതയാണ്. പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുകയും ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് ദയ. അടുത്ത ചോദ്യം ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ ഓർമ്മകൾ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന മകളുടെയും ജീവിതാവസ്ഥകൾ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാകഥ. പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ കഥാനിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓർമ്മകൾ നഷ്ടമായ അമ്മയുടെ ജീവിതവും ഓർമ്മകളിൽ ജീവിക്കുന്ന മകളുടെ ലോകവും പ്രമേയമായ കഥയാണ് തഥാകഥ. മകളെയും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെയും മറന്നുപോയ അമ്മയുടെയും അമ്മയെ പരിചരിക്കുന്ന മകളുടെയും വൈകാരിക അവസ്ഥയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന കഥയാണത്. മകളുടെ ചിന്തയിലൂടെയും വാക്കുകളിലൂടെയും വളരുന്ന മനുഷ്യ ജീവിതാവസ്ഥയുടെ ഹൃദയസ്പർശിയായ ആഖ്യാനം. ഒറ്റപ്പെട്ടവരുടെയും രോഗബാധിതരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തണം എന്ന തിരിച്ചറിവ് നൽകുന്ന കഥയാണ് തഥാകഥ. അടുത്ത ചോദ്യം കവിതയിലെ ആശയം കൂടി പരിഗണിച്ച് പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉറുമ്പിൻ്റെ അധ്വാനവും മനോഭാവവും മനുഷ്യ സമൂഹത്തിന് മാതൃകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് ജീവിതം വിജയമുണ്ടാവുക എന്ന സന്ദേശം ഉറുമ്പ് കാണിച്ചു തരുന്നു. ഉറുമ്പിൻ്റെ പ്രകൃതി നൽകുന്ന മഹത്തായ ജീവിത പാഠമാണ്. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധാരാളം മാതൃകകൾ പ്രകൃതിയിൽ കാണാം. സ്വന്തം നിരീക്ഷണം കൂടി ചേർത്താണ് പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.